അപ്പോൾ റെജി വീണ്ടും എൻ്റെ മുമ്പിലിരിക്കുന്നു. ഇന്നലെ സൂപ്പറായിരുന്നു കേട്ടോ. താങ്ക് യു സർ. നല്ല രസമുണ്ടായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പാട്ടുണ്ടല്ലോ, പുഴേ അല്ലേ. എൻ്റെ സാറേ, എൻ്റെ ജീവിതത്തിൽ ഇതിലും വലിയ അവാർഡ് കിട്ടാറൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒരു ആളുടെ മുമ്പിൽ ഇങ്ങനെ പാടാൻ ധൈര്യം കാണിച്ചു എന്നെ എൻ്റെ വീട്ടുകാർ എടുത്തിട്ടിരിക്കും. അപ്പം അടുത്ത സെഗ്മെന്റാണ് സവാരി ഗിരിഗിരി. സവാരി ഗിരി കയറിയാലോ? കയറിയേക്കാം. സവാരി ഗിരിഗിരി. 4 ചോദ്യങ്ങളാണ്. കുറച്ചുകൂടെ കട്ടിയുള്ള ചോദ്യം, ഒരു ഇത്തിപ്പൂരം. ഓക്കെ, ആദ്യത്തെ ചോദ്യം കേൾക്കൂ. കഥ പറയുമ്പോൾ എന്ന ഈ സിനിമയിൽ ഈപ്പച്ചൻ മുതലാളി ബാർബർ ബാലന് എത്ര രൂപയ്ക്കാണ് കറങ്ങുന്ന കസേര വാങ്ങി നൽകുന്നത്? എ 5000, ബി 10000, സി 15000. ഈച്ചപ്പം മുതലാളി, നസീർക്കയുടെ ക്യാരക്ടറാണത്. ഈച്ചപ്പം മുതലാളി 15000 രൂപയ്ക്കാണ്. ആണോ? 15000 രൂപ തോന്നുന്നു. 15000 രൂപയ്ക്കാണ് കസേര വാങ്ങി നൽകിയത്. ആ കസേര തിരിച്ചു വാങ്ങി. അപ്പൊ സി 15000 ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഈ 15000 എന്നുള്ളത് എനിക്കൊരു 50% ഉറപ്പുള്ളൂ കേട്ടോ. കാരണം ഈപ്പച്ചൻ മുതലാളി എന്ന ക്യാരക്ടർ ഇന്നസെന്റ് ചേട്ടനാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ക്യാരക്ടറാണ് നമ്മുടെ നസീർക്ക, കോട്ടയം നസീർക്ക. ഈച്ചപ്പം മുതലാളി 15000 രൂപ മുടക്കിയാണ് ഈ കസേര വാങ്ങിച്ചു തന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചെടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സി എടുത്തിട്ട് പൂട്ടിയത്. അപ്പം ഇപ്പം മലയാളം പറഞ്ഞു, തമിഴ് പറഞ്ഞു, ഇനി ആരെയാണ്? ഈ കഥ പറയുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. അതിനു മുമ്പ് ഞാനൊരു സ്പോട്ട് ഡബ് ചെയ്യാം. അതായത് ആനുകാലിക പ്രസക്തമായി ഇപ്പം നമ്മുടെ പത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് വാർത്തകൾ നമ്മുടെ കൺമുന്നിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്യുന്നു, കൊന്നു, അങ്ങനെ കൊലപാതകങ്ങൾ കിട്ടും. ഇതിനെപ്പറ്റി നമ്മുടെ സലീമേട്ടൻ ക്യൂൻ എന്ന സിനിമയിൽ വളരെ മനോഹരമായിട്ടൊരു രംഗം അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ സ്പോട്ട് ഡബ് ചെയ്യാം. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്, ബട്ട് ഇത്തരം കേസുകളിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസിന് മാത്രമേ തൂക്കുകയർ വിധിക്കാൻ കോടതിക്ക് അധികാരമുള്ളൂ. ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നിട്ടും അത് കോടതിക്ക് മുമ്പിൽ തെളിയിച്ചിട്ടും കോടതി പറയുന്നു അതിൽ അസാധാരണമായ ഒന്നുമില്ലെന്ന്. കഷ്ടം. അല്പം കൂടി ഭംഗിയായി പറഞ്ഞാൽ കോടതി തന്നെ പറയുകയാണ് ഇതൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമാണെന്ന്. തീർന്നിട്ടില്ല. കോടതിക്ക് 100 കണക്കിന് കേസുകളിൽ ഒന്ന് മാത്രമാണിത്. പക്ഷേ ഓരോ കേസിലെ ഓരോ പെൺകുട്ടിക്കും നഷ്ടമായത് അവളുടെ ജീവിതമാണ്. അതിന് സാധാരണമാണെന്നാണ് പറയുന്നെങ്കിൽ ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്. വാട്ട് ഈസ് റയറസ്റ്റ് ഓഫ് റയറസ്റ്റ്? Hey, you are crossing the limits. You cannot question the court, and for that I can enforce a code of conduct. അറിയില്ല യുവർ ഓണർ. കണ്ണടച്ചാൽ ഒരിക്കലും കണ്ണില്ലാത്തൊരു വിഷമം തിരിച്ചറിയില്ല. അതിന് കണ്ണ് കാണാതാവുക തന്നെ വേണം. ഇന്ത്യയിലെ ഒരു കോടതിയും ഒരു ജഡ്ജിയും സ്വന്തം മകൾക്ക് സംഭവിച്ച ഇത്തരം ഒരു കേസിന്റെ വിധി പറഞ്ഞിട്ടുണ്ടാവില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തവണയല്ല, ഒരു 100 തവണ വരെ തൂക്കി കൊല്ലാൻ ആ കോടതി വിധിച്ചേനെ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. മാറണം. If the law has to change, yes, നിയമങ്ങൾ മാറണം. Because the Indian Constitution gives all the citizen the right to freedom and the right to life. സൂപ്പറായിരുന്നു കേട്ടോ. താങ്ക് യു സർ. കാരണം ഒരു വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കിപ്പം ഇതൊക്കെ ലിറിക്ക് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഡബ് ചെയ്യാം, ഡബ് ചെയ്യുന്ന പിടിച്ചിടാം, അങ്ങനെയൊക്കെ ഉള്ള സമയമാണിത്. ഇത് ലൈവായിട്ട് ഞാൻ ചെയ്യാന്ന് പറയുമ്പോൾ ദാറ്റ്സ് സൂപ്പർ. വലിയ കഴിവാണ്. താങ്ക് യു സർ. സി 15000. 15000 ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ.